ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചിന്നീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അധികം പേരും സാലഡ് റെസിപ്പീസ് ആവശ്യപ്പെടാറുണ്ട്. പിന്നെ കുറേ പേര് വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് ഡിന്നറിന് പകരം ഈ ഒരു സാലഡ് മാത്രം കഴിച്ചാൽ മതി. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാലഡ് തന്നെയാണ്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ കഴിക്കുന്ന സാലഡിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ വേണം. അതുപോലെ തന്നെ തക്കാളി, കുക്കുംബർ, സവോള, ഹണി, പെപ്പർ പൗഡർ വേണം, ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് മധുരവും അതുപോലെ തന്നെ കുറച്ച് ലൈമൊക്കെ ഒഴിച്ച് ചെറിയൊരു പുളിയൊക്കെ ഉള്ള ഒരു നല്ലൊരു സാലഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൈനാപ്പിൾ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പലരും വെയിറ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, കറക്റ്റ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. അത് നമുക്ക് റാഗി ഓട്സൊക്കെ ആയിട്ട് കുറയ്ക്കാം. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ചപ്പാത്തി നിങ്ങളെ കഴിക്കുന്ന എണ്ണം കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ ഒരിക്കലും വെയിറ്റ് കുറയ്ക്കേണ്ടത് നല്ലതല്ല കേട്ടോ. അതുപോലെ തന്നെ രാത്രി എഗ്ഗിൻ്റെ വൈറ്റ് കഴിക്കാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ സാലഡ്സൊക്കെ കഴിക്കാം. അപ്പം നമുക്ക് ഹെൽത്തിന് വേറെ ഇഷ്യൂസൊന്നും ഉണ്ടാവും ചെയ്യില്ല. വെയിറ്റ് ലോസ് ആയിട്ട് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കത് വ്യത്യാസം അറിയുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുക്കുംബർ, തക്കാളി, സവോള അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇന്ന് വേറെ ക്യാബേജ് ലീഫോ അങ്ങനെ ലീഫൊന്നും ഇല്ലാത്തത് കാരണം ഒരു ടേസ്റ്റിന് നമ്മൾ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ ചൈനീസ് വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരുവിധം എല്ലാ പച്ചക്കറികളും നമുക്കിതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഒരു ചെറിയ സ്വീറ്റിന് എന്നും നമ്മൾ കുക്കുംബറും തക്കാളി അരിഞ്ഞ് കഴിക്കുമ്പോൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈനാപ്പിളാണ് ഇത്തിരി വ്യത്യസ്തമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് വേറെ ആപ്പിൾ ചേർത്തിട്ടുള്ള വേറൊരു സാലഡിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊരു ബൗളിൽ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ലൈം ജ്യൂസും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ വേറെ നമുക്ക് ഹെൽത്തിന് നല്ലത് തന്നെയാണ്. ഹണി നല്ലതാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ പെപ്പർ പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെള്ളുള്ളി ഇതൊക്കെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് ഞാൻ ചേർക്കാറുണ്ട്. ചിലപ്പോൾ ഇഞ്ചി ആയിരിക്കാം. അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ പച്ചച്ചൊവയൊന്നും വരില്ല ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കേട്ടോ. ഇനി മിക്സ് ഒന്ന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഇത് കുറച്ചും കൂടെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രി ഡിന്നറായിട്ട് കഴിക്കുമ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ചേർന്ന സാലഡ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളും കഴിക്കും. അതുപോലെ തന്നെ നമുക്കും ഡിന്നറായിട്ടൊക്കെ കഴിക്കുകയും ചെയ്യാം. വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സാലഡിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് കൊണ്ടാണ് കേട്ടോ. വെയിറ്റ് ലോസിനായിട്ട് എല്ലാവരും എന്താണ് കഴിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ കുട്ടികൾ കഴിക്കും കേട്ടോ. ഈ പൈനാപ്പിളിൻ്റെ മധുരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളും സാലഡ് കഴിക്കാൻ ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റെല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ആപ്പിളൊക്കെ ചേർത്തിട്ടുള്ളതാണ്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സാലഡ് നമുക്ക് ഒരിക്കലും മടുത്ത് പോവില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് വേറെ സാലഡ്സിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.